ഹായ് നമസ്കാരം, സിനിമാ കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളേറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു സിനിമയുടെ ട്രെയിലർ എത്തിയിട്ടുണ്ട്, ചത്തപ്പച്ച. നമ്മൾ ഈ പ്രതീക്ഷയോടെ കാത്തിരുന്നതെന്ന് പറയാൻ നമ്മുടെ മലയാളത്തിൻ്റെ മഹാനടനായിട്ടുള്ള മമ്മൂക്ക ഈ സിനിമയിൽ ക്യാമിയോ റോളിൽ എത്തുന്നുണ്ട്. അതാണ് ഈ ഒരു സിനിമയ്ക്ക് ഇത്രയധികം ഒരു ഹൈപ്പ് കിട്ടാനായിട്ടുള്ള ഒരു കാരണം. പിന്നെ സിനിമയിൽ നായകനായിട്ട് എത്തുന്നത് നമ്മുടെ അർജുൻ അശോകൻ, റോഷൻ മാത്യു, അതുപോലെ തന്നെ ഇഷാൻ ഷൗക്കത്ത്, വൈശാഖ് നായർ. ഇവർ 4 പേരാണ് ഇതിനകത്ത് പ്രധാന കഥാപാത്രം. പക്ഷേ ഈ സിനിമയിൽ മമ്മൂക്ക എത്തുന്ന ഗസ്റ്റ് റോള് എന്താണെന്നോ മമ്മൂക്കയുടെ ആ ഒരു ലുക്ക് എന്താണെന്നുള്ളത് ഇതുവരെ ഇതിൻ്റെ അണിയറ പ്രവർത്തകർ പുറത്തു വിട്ടിട്ടില്ല. സിനിമയുടെ സ്ക്രീൻ പ്ലേയും ഡയറക്ഷനും അദ്വൈത് നായരാണ്. വലിയൊരു താരനിര എത്തുന്ന ഒരു സിനിമയാണ്. എന്തായാലും ഇന്നലെ ഇതിൻ്റെ ഒരു ട്രെയിലറിൻ്റെ ഒരു റിലീസിങ് ഡേറ്റ് അനൗൺസ്മെൻ്റ് ഒരു പോസ്റ്റർ വന്നിരുന്നു. അത് മമ്മൂക്കയുടെ പോസ്റ്ററാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയില്ലേ. നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഒരു പോസ്റ്ററാണ്, തിരിഞ്ഞ് ഇരിക്കുന്ന ഒരു പോസ്റ്റർ. കളർഫുള്ളാണ്, ഇങ്ങനെ മുടിയൊക്കെ നീട്ടി വളർത്തിയിട്ടുള്ള ഒരു ലുക്കാണ് അതിനകത്ത് കാണിക്കുന്നത്. പക്ഷേ ഈ ട്രെയിലറിനകത്ത് നമ്മുടെ മമ്മൂക്കാനെ കാണിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് നമ്മൾ ആകാംക്ഷയോടെ ഈ ഒരു ട്രെയിലറിന് വേണ്ടി ഇത്രയധികം വെയിറ്റ് ചെയ്തത്. എന്തായാലും 8 മണിക്ക് ട്രെയിലർ പുറത്തിറങ്ങിയിട്ടുണ്ട്. ട്രെയിലർ കണ്ട് നമുക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ. എന്തായാലും നമുക്ക് നേരെ ട്രെയിലറിലേക്ക് പോകാം അല്ലേ. മമ്മൂക്കായെ കാണിക്കുമോ ഇല്ലയോ? പോയാലോ? വാ. ഇടി തന്നെയാണ് ഇടി. ഇംഗ്ലീഷാ? പേടിക്കണ്ട, ഞാൻ പഠിപ്പിച്ചെടുത്ത. പണ്ട് വാൾഡർ ഇവിടെ ഓണാക്കണം പറഞ്ഞൊരു പരിപാടി ഉണ്ട്. അമേരിക്കൻ ഐറ്റമാണ്, നമ്മുടെ നാട്ടിൽ ഇറക്കണ. കോസ്റ്റ്യൂം കുസ്തിയാ ഇത് പോയടപ്പൻ. എടാ, കോസ്റ്റ്യൂം കുസ്തിക്ക് നാടകീയത ഉണ്ട്, കലക്കൻ മ്യൂസിക്കും ഉണ്ട്. കാണാൻ ആരുണ്ട്? ഇതാണോ നീയൊക്കെ പറഞ്ഞ പരിപാടി? എടാ, നിനക്കൊക്കെ ഇവിടെ പണിയും ചെയ്ത് ജീവിക്കാൻ പാടില്ല. എടാ, കാര്യം നിങ്ങൾ പറഞ്ഞ ഈ പരിപാടി എനിക്ക് മനസ്സിലാവണ്ട. ഇവിടെ ഇരിക്കും നമ്മുടെ റെസ്ലിംഗ്. നമ്മൾ പഴയ കട്ടക്കാരല്ലേ, ഒന്ന് പിടിച്ചാലാ. എടാ, ഇത് നമ്മ വിചാരിച്ച പോലെ അല്ലല്ല, കയ്യിന്ന് പോയല്ലടാ. എന്താ പറ്റിയേ? ബാറ്ററി ഇറങ്ങി. ഞാൻ എൻ്റെ കൊച്ചിൻ്റെ കൂടെ ഒന്ന് സമാധാനമായിട്ട് ജീവിക്കാൻ വന്നതാണ്. അത് നിങ്ങളുടെ കൂടി മാർഗംകളിക്ക് കൂടാനായിട്ടല്ല. റോഷൻ മാത്യു, അർജുൻ അശോകൻ, റോഷൻ മാത്യു, വൈശാഖ് നായർ. ഇതോടെ തീർക്കണാണ് കൂട്ടുമ്പടക്കം ഫുൾ പവർ. Next Friday Fight Night, the biggest Friday Fight Night. ഇനി ഒന്നും നോക്കണ്ട. മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി. എത്തി മോനെ, എത്തി. ആ ലാസ്റ്റ് കാണിച്ച ഐറ്റം എന്തായിരുന്നു? അതൊന്നുകൂടെ കാണട്ടെ. അത് തന്നെ, നമ്മൾ പ്രതീക്ഷ സാധനം തന്നെ. ഏതായാലും അവസാനം ആ മുടി കെട്ടുന്നത് മമ്മൂക്ക ആണ് എന്ന് നമുക്ക് ഉറപ്പിക്കാം അല്ലേ. കാരണം അത്രേ കാണിക്കാവുള്ളൂ ട്രെയിലറിനകത്ത്. കൂടുതലായിട്ട് കാണിച്ചു കഴിഞ്ഞാൽ, കാരണം ഈ സിനിമയുടെ ഷൂട്ട് തുടങ്ങിയ സമയം തൊട്ട് മമ്മൂക്ക ഇതിനകത്ത് ക്യാമിയോ റോളിൽ എത്തുന്നു എന്നുള്ള ഒരു വാർത്ത ഉണ്ടായിരുന്നു. അപ്പോൾ മമ്മൂക്ക ഇതിനകത്ത് ആരായിട്ടാണ് വരുന്നത്, മമ്മൂക്കയുടെ ഒരു ലുക്ക് എന്താണെന്നൊക്കെ പ്രേക്ഷകർ ഇങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. എന്തായാലും അവരെ നിരാശപ്പെടുത്തി എന്ന് വേണം പറയാൻ. ആ ബാക്കിൽ നിന്ന് ഇങ്ങനെ മുടി ഇങ്ങനെ കെട്ടുന്നതായിട്ടുള്ള ഒരു സിനിമ, അത് മമ്മൂക്ക തന്നെ ആണല്ലോ അല്ലേ? കൺഫേം ആണല്ലോ, കൺഫേം ആണ്, മമ്മൂക്ക തന്നെയാണ്. എന്തായാലും 22-ാം തീയതിയാണ് സിനിമ തിയേറ്ററിലേക്ക് എത്താനായിട്ട് പോകുന്നത്. എനിക്ക് തോന്നുന്നു RDX എന്ന സിനിമയ്ക്ക് ശേഷം തിയേറ്റർ പൂരപ്പറമ്പാക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ ഐറ്റം തന്നെയായിരിക്കും ഇവർ 4 പേരുടെ കോമ്പിനേഷനും. പിന്നെ നമ്മുടെ മമ്മൂക്കായും കൂടെ ചേരുമ്പോഴത്തേക്ക് സംഭവം തൂക്കി അലക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ട്രെയിലർ എന്തായാലും കിഡുമായിട്ട് തന്നെ അത് കട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും കൂടെ ഇടിച്ച് പൊളിക്കുന്ന ഒരു ഇഡിയൻ പടം തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. ചത്തപ്പച്ച. പ്രതീക്ഷയോടെ കാത്തിരുന്ന ജനനായകൻ എന്ന സിനിമയ്ക്ക് പ്രദർശന അനുമതിയും ലഭിച്ചിട്ടുണ്ട്. അതും ജനുവരി 22-ാം തീയതി തന്നെ ആയിരിക്കും ഒരു പക്ഷേ ചിലപ്പോൾ തിയേറ്ററിലേക്ക് എത്താൻ പോകുന്നതെന്നുള്ള ചെറിയൊരു സൂചനയും തന്നിട്ടുണ്ട്. അപ്പോൾ 2 പടവും കൂടെ ക്ലാഷ് റിലീസാണ്. എന്തൊക്കെയാവും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ ഈ ട്രെയിലർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവസാനം കാണിച്ചത് മമ്മൂക്ക ആണോ ഇല്ലയോ എന്നുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിലൊന്ന് അറിയിച്ചേക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും